ഓക്കെ, താങ്ക് യു മാഡം. ഓഡിബിൾ ആണോ? ഓക്കെയാണ് സാർ. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഹായ് ഓൾ, നമസ്കാരം. എന്നെ ഇവിടെ പരിചയപ്പെടുത്തി. പേര് ജിഷ്ണു എന്നാണ്. സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരാണ്. ഇന്ന് ഫിജിക്കാർഡ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിലേക്ക് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 6 വർഷങ്ങളോട് അടുക്കുന്നു. വളരെ സന്തോഷകരമായിട്ട് എനിക്ക് ഈ ഒരു ബിസിനസ്സിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇപ്പം മാഡം പറഞ്ഞതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു ഒരുപാട് സ്വപ്നങ്ങൾ നേടിയെടുത്തു എന്നൊക്കെ പറഞ്ഞു. കൊച്ചു കൊച്ചു സ്വപ്നങ്ങളായിക്കോട്ടെ, വലിയ വലിയ സ്വപ്നങ്ങളായിക്കോട്ടെ, ഇതെല്ലാം ഫിജിക്കാർഡ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിലൂടെ നമുക്ക് നേടാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. കാരണം അതെന്തുകൊണ്ട് ഞാൻ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ചിലപ്പം നിങ്ങൾ പഠിച്ച ആൾക്കാരായിരിക്കാം, വലിയ ഒരുപാട് എന്താണ് മുകളിലേക്ക് പഠിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പഠിത്തം കുറവായിട്ടുള്ള ആൾക്കാരുണ്ടാകാം, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് എന്താണ് ലെവലിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കും നിങ്ങൾ ഓരോരുത്തരും. ഒരു സുഹൃത്തിന്റെയോ അല്ലെങ്കിൽ ഒരു റിലേറ്റീവിന്റെയോ ആരുടെയെങ്കിലും ഒരു ക്ഷണം സ്വീകരിച്ച് ഫിജിക്കാർഡ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്താണ്, ഓക്കെ എനിക്ക് ഇതിനകത്ത് എന്തെങ്കിലും അവസരമുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് അതിനകത്തുനിന്ന് എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ പൈസ കിട്ടുമോ, ഒന്ന് കേട്ടു നോക്കാം, കേട്ടു നോക്കിയിട്ട് തീരുമാനമെടുക്കാം എന്നൊക്കെയുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ട് ഈ ഒരു ബിസിനസ് അവസരം കേൾക്കാൻ വന്ന ആൾക്കാരാണ് നിങ്ങൾ എല്ലാവരും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ എന്റെ ഒരു ചെറിയ എക്സ്പീരിയൻസ്, ഞാനും നിങ്ങളെ പോലെ തന്നെ ഫിജിക്കാർഡ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിലേക്ക് ഞാൻ കടന്നു വന്ന ഒരാളാണ്. അപ്പൊ എന്റെ ഒരു ചെറിയ എക്സ്പീരിയൻസ് ഞാൻ ആദ്യം പറയാം. അതിനുശേഷം എനിക്ക് ഇതിനകത്തുനിന്ന് എന്താണ് മെച്ചമുണ്ടായത് എന്ന് ഞാൻ പറയാം. അതിനുശേഷം കമ്പനിയുടെ കുറച്ച് കാര്യങ്ങൾ, ലീഗൽ പരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം. എന്റെ അവസാനം വരെ ഒന്ന് കേൾക്കാൻ മാക്സിമം എല്ലാവരും ശ്രമിക്കുക. ഓക്കെ, പരിചയപ്പെടുത്തിയല്ലോ ഓൾറെഡി, ആലപ്പുഴക്കാരനാണ്. ഈ ഫിജിക്കാർഡ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിലേക്ക് വരുന്നതിന് മുന്നേ എന്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, അത് തന്നെ ആദ്യം പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. വിദ്യാഭ്യാസം 10ാം ക്ലാസ് വിദ്യാഭ്യാസമാണ്. +2 പഠിക്കാനൊക്കെ പോയി, പക്ഷെ അന്നത്തെ പഠനത്തിന്റെ മികവ് കൊണ്ടൊന്നും അന്ന് അത് പാസ്സാവാനായിട്ട് സാധിച്ചില്ല. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് എൻ്റെ അച്ഛന് ഒരു ചെറിയ ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നു. കാരണം നല്ല രീതിയിൽ സാധാരണ കൂലിപ്പണിക്ക് പോകുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന് പണി ചെയ്ത് എന്തോ കുറച്ച് ഇഷ്യൂസ് ഒക്കെ വന്നു. അതിന്റെ പേരിൽ അൾസർ എന്ന് പറയുന്ന ഒരു അസുഖം പിടിപെട്ടു. അപ്പൊ അത് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നു. അപ്പം ആകെപ്പാടെ എൻ്റെ അമ്മ, അച്ഛൻ, അനിയത്തി അടങ്ങുന്ന ഒരു ചെറിയ കുടുംബമാണ്. അപ്പം അതിന്റെ ഒരു വരുമാന മാർഗം എന്ന് പറയുന്നത് അച്ഛനാണ്. അപ്പൊ അങ്ങനെ എന്ന സമയത്ത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ, വണ്ടാനം മെഡിക്കൽ കോളേജിലാണ് ഓപ്പറേഷൻ ആയിട്ട് കൊണ്ടുവരുന്നത്. അപ്പം എന്നോട് അച്ഛൻ പറഞ്ഞ ഒരേ ഒരു കാര്യമാണ്, കാരണം അച്ഛൻ കുറച്ച് സീരിയസ് ആയിട്ടാണ് കൊണ്ടുപോയത് ആ സമയത്ത്. അപ്പൊ എന്നോട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറുന്നതിന് മുന്നേ എന്റെ കൈ പിടിച്ച അച്ഛൻ പറഞ്ഞു, ഇനി എന്റെ കാര്യം എങ്ങനെയാന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല, അറിയില്ല, നീ വേണം ഇനി നമ്മുടെ കുടുംബത്തെ നോക്കാം, അല്ലെങ്കിൽ നോക്കണം, അമ്മേനെയും അനിയത്തിനെയൊക്കെ നോക്കണം എന്ന് പറഞ്ഞു. ഞങ്ങൾ വളരെ കരഞ്ഞുകൊണ്ട് ഞങ്ങള് അച്ഛനെ, പക്ഷെ ഒന്നും സംഭവിച്ചില്ല. അച്ഛൻ തിരിച്ചു വന്നു. പക്ഷെ ഒരു 2-3 വർഷത്തോളം അച്ഛൻ ബെഡ് റെസ്റ്റിലായിരുന്നു, ജോലിക്കൊന്നും പോകാൻ പറ്റാതെ. അപ്പൊ ആ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ എൻ്റെ അച്ഛന്റെ ഒരു കോൺട്രാക്ടർ, അച്ഛൻ കൂലിപ്പണിക്കാരനായതുകൊണ്ട് അച്ഛന്റെ കോൺട്രാക്ടിന്റെ കൂടെയാണ് എൻ്റെ കരിയറിലെ ജോലി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ജോലിയായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കൂലിപ്പണിയാണ്. സാധാരണ ഒരു മേശിരിപ്പണിയുടെ തൊഴിലാളിയായിട്ട് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ നിന്ന സമയത്ത് എൻ്റെ കുടുംബക്കാരൊക്കെ പറഞ്ഞു, പറ്റില്ല, അവനെ എന്തെങ്കിലും തൊഴിൽ പഠിപ്പിക്കാൻ വിടണം, അവനെ ഇങ്ങനെ കൂലിപ്പണിക്കൊന്നും വിട്ടാൻ പറ്റില്ല. അങ്ങനെ കുറച്ച് സീനായിരുന്നു. അങ്ങനെയാണ് എന്നെ ബന്ധുക്കളെല്ലാം കൂടെ ചേർത്തിട്ട് ചെങ്ങന്നൂർ ITയിൽ എന്നെ പഠിപ്പിക്കാൻ വിടുന്നു. AC ടെക്നീഷ്യൻ എന്ന് പറയുന്ന ഒരു കോഴ്സാണ് പഠിപ്പിക്കാൻ വിട്ടത്. 2 വർഷം അത് പഠിച്ചു. 2 വർഷം ആ സമയത്ത് നമ്മുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് നല്ലൊരു ജോലി വാങ്ങിക്കുക, വീട്ടുകാരെ നല്ല രീതിയിൽ നോക്കുക, ശമ്പളത്തിൽ നിന്ന് നമുക്ക് നോക്കാൻ പറ്റണം, ഇതൊക്കെ ഭയങ്കര ആഗ്രഹമായിട്ട് നിൽക്കുന്ന ഒരു സമയം. നിങ്ങൾക്ക് എല്ലാവർക്കും അതേ എക്സ്പെക്ടേഷനോട് കൂടിയിട്ടാണ് നമ്മൾ എല്ലാവരും പഠിക്കുന്നതും ജോലി വാങ്ങിക്കുന്നതും നമ്മൾ നിൽക്കുന്നതും. അപ്പൊ ആ ഒരു സമയത്ത് എന്റെ മനസ്സിലും അതേ ഒരു ചിന്തയായിരുന്നു. കാരണം അച്ഛൻ ബെഡ് റെസ്റ്റിൽ, വേറെ വരുമാന മാർഗമൊന്നുമില്ല. അപ്പം നല്ല രീതിയിൽ പഠിച്ചു, പാസ്സായി കഴിഞ്ഞാൽ ജോലി കിട്ടും എന്നൊരു വിശ്വാസത്തിൽ നമ്മൾ എന്ത് ചെയ്തു, പല ഇന്റർവ്യൂവിനും പോയി. പക്ഷെ എങ്ങും എന്ത് ചെയ്യുന്നില്ല, ജോലി. അപ്പോഴാണ് മനസ്സിലാക്കിയത് ജോലി കിട്ടാൻ കുറച്ച് പാടാണ് എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ ഒരു ഗ്യാപ്പ് നിന്ന സമയത്ത്, ജോലി കിട്ടുന്നതിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് നിന്ന സമയത്ത്
വീട്ടിലെ അമ്മയൊക്കെ പറഞ്ഞു, എടാ അങ്ങനെയാണെന്ന് നിനക്ക് കുറച്ച് നാള് നിന്റെ ചേട്ടൻ തൃപ്പൂണിത്തറ റെസ്റ്റോറന്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അവിടെ ഒന്ന് പോയി നിന്നൂടെ. അങ്ങനെയാണ് എന്റെ കരിയറിലെ രണ്ടാമത്തെ ജോലി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു തൃപ്പൂണിത്തറ എണ്ണ റെസ്റ്റോറന്റിൽ ഒരു ജ്യൂസറായിട്ട് ഞാൻ അവിടെ ജോലിയിൽ പ്രവേശിക്കുന്നു. അതിനുശേഷം അവിടെ കുറച്ച് പ്രൊമോഷൻ കിട്ടി വെയിറ്റർ ആവുന്നു. അങ്ങനെ ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ വരെ ആകുന്നു. അങ്ങനെ നിന്ന സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറയുന്നത്, എടാ ഇതുപോലെ എടാ ഞാൻ ഇന്നൊരു കമ്പനിയിൽ കയറിയിട്ടുണ്ട്, എറണാകുളത്ത് തന്നെയാണ്, നിനക്ക് ഞാൻ നമ്പർ അയച്ചുതരാം, നീ ഒന്ന് വിളിച്ചു നോക്കെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവരെ വിളിക്കുന്നു, ഇന്റർവ്യൂവിന് പോകുന്നു. അങ്ങനെ ഞാൻ പഠിച്ച തൊഴിൽ AC ടെക്നീഷ്യൻ എന്ന് പറയുന്ന പഠിച്ച തൊഴിൽ ഞാൻ പ്രവേശിക്കുകയാണ്. ഈ ഹോട്ടലിലെ ജോലി ഉപേക്ഷിച്ച് അവിടെ പ്രവേശിക്കുന്നു. അപ്പോഴും പ്രതീക്ഷകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ്, എനിക്ക് നല്ലൊരു ജോലി കിട്ടി, ഇനി നന്നായിട്ട് സമ്പാദിക്കണം, അല്ലെങ്കിൽ മാസ വരുമാനമൊക്കെ നല്ല രീതിയിൽ വാങ്ങിക്കണം എന്നുള്ള തരത്തിലൊക്കെ എന്ത് ചെയ്യാണ്, നമ്മളിങ്ങനെ ആഗ്രഹങ്ങളുമായിട്ട് ആ ജോലിയിൽ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് എൻഡ് ചെയ്യാം. കേൾക്കാമോ മാഡം? ഓക്കെയാണ് സാർ. കുഴപ്പമില്ല, ഓക്കെ. അപ്പൊ അങ്ങനെ ഞാൻ AC ടെക്നീഷ്യൻ എന്ന് പറയുന്ന ജോലിയിൽ പ്രവേശിക്കുന്നു. അവിടെയും പ്രതീക്ഷകൾ ഏറെയാണ്. അപ്പൊ ആ സമയത്ത് എന്നോട് പറയുന്നു, ഇതുപോലെ അങ്ങനെ പെട്ടെന്നൊന്നും നമുക്ക് ഒരുപാട് വരുമാനത്തിലേക്ക് എത്തൂല. അവിടെയും പ്രതിസന്ധിയായിരുന്നു. ആദ്യമൊക്കെ തുടക്കത്തിലെ തുച്ഛമായിട്ടുള്ള വരുമാനം കിട്ടി. അങ്ങനെ നിന്ന സമയത്താണ് ഏകദേശം ഒരു 4-5 വർഷത്തോളം ഞാൻ AC ടെക്നീഷ്യൻ എന്ന് പറയുന്ന ഫീൽഡിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് പ്രതീക്ഷകൾ ഉള്ളതുകൊണ്ട് തന്നെ മാസം എത്ര രൂപ കിട്ടണം എന്നൊക്കെയുള്ള പ്രതീക്ഷകൾ ഉള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പണിയെടുത്തു. രാത്രി 12 മണിക്ക് ഒരു വർക്ക് എടുത്തു തന്നാലും പോകുന്ന രീതിയിലായി. പക്ഷെ അവിടെയും നമുക്ക് 12,000-15,000 വരുമാനം പറയുന്നുണ്ടെങ്കിൽ പോലും കയ്യിൽ കിട്ടുന്നത് 5,000 സംതിങ് ഒക്കെ. അതൊന്നും വീട്ടിലേക്ക് അയച്ചു കൊടുക്കാൻ പോലും പറ്റാത്ത സിറ്റുവേഷൻ. അങ്ങനെ നിന്ന സമയത്ത് കൊറോണ വരുന്നു. ഞാൻ എപ്പോഴും പറയുന്ന ഒരു യൂസ് ചെയ്യുന്ന വാക്കുണ്ട്, കൂനിൽ മേൽ കുരു എന്ന് പറയുന്ന പോലെ ഓൾറെഡി വരുമാനമില്ല, അതിന്റെ കൂടെ മൊത്തത്തിൽ ഇല്ലാതാവുന്ന രീതിയിൽ കൊറോണ എന്ന് പറയുന്ന മഹാമാരി നമ്മുടെ ലൈഫിൽ എല്ലാവരെയും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബാധിച്ച ഒരു സിറ്റുവേഷൻ ആണ് കൊറോണ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ വന്ന് ആ ജോലി പോയി വീട്ടിൽ വന്നിരിക്കുന്ന സമയത്താണ് എന്നെ മറ്റൊരു സുഹൃത്ത് എന്നെ വിളിക്കുന്നത്. ഞാൻ എറണാകുളത്ത് വെച്ച് പരിചയപ്പെട്ട ഒരു സുഹൃത്ത് എന്നെ വിളിക്കുന്നു. സുഹൃത്ത് വിളിച്ചിട്ട് പറയുന്നു, ജിഷ്ണു എന്താണ് ഇപ്പം ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, എന്ത് ചെയ്യാനാ, വീട്ടിലിരിക്കുന്ന വേറെ ജോലിയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഒരു കൺസെപ്റ്റ് പറയാം, ഇത് എന്റെ ഫ്രണ്ട് പരിചയപ്പെടുത്തിയാണ്, നീ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്ക്. ഞാൻ എന്തായാലും സ്റ്റാർട്ട് ചെയ്തു, നീ എന്റെ കൂടെ ഒന്ന് ചെയ്തു നോക്ക്, എന്തായാലും വെറുതെ ഇരിക്കുകയല്ലേ. ഇത്രയും കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. ഇപ്പൊ നിങ്ങൾ ഇപ്പം ഇവിടെ പ്രസന്റേഷൻ ഒക്കെ കേട്ടു, ബീന കുക്കുമ്മയുടെ പ്രസന്റേഷൻ വളരെ മനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ കേട്ടു, ഇത്ര രൂപ വരുമാനം കിട്ടും, ഇങ്ങനെ ജോലി ചെയ്താൽ മതി, ഇതെല്ലാം കേട്ടുകൊണ്ടാണ് നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട് ഇനി പോകുന്നത്. പക്ഷെ ഇതൊന്നും കേൾക്കാതെയാണ് ഞാൻ ഫിജിക്കാർഡ് എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് എന്റെ സുഹൃത്തിനെ വിശ്വസിച്ച് ഞാൻ എന്ത് ചെയ്തത്, കടന്നു വന്നത്. അന്ന് ഒരുപാട് ചോദ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഞാൻ പറഞ്ഞില്ല. കാരണം ആ ഒരു സുഹൃത്തിനെ അത്രയധികം ട്രസ്റ്റ് എനിക്ക് ഉണ്ടായിരുന്നു, വിശ്വാസം ഉണ്ടായിരുന്നു. അദ്ദേഹം എന്തായാലും എന്നെ കുഴിച്ചടിക്കില്ല, അദ്ദേഹം ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ നോക്കി കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. ഞാൻ എന്ത് ചെയ്തു, അദ്ദേഹത്തിന് കൈ കൊടുത്തു. ഉടനെ തന്നെ ഞാൻ എന്ത് ചെയ്തു, ഒരു 100 പോയിന്റിന്റെ പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്തുകൊണ്ട് ഫിജിക്കാർഡ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിലേക്ക് ഞാൻ എൻട്രി അടിച്ചു. ഇത് ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഫിജിക്കാർഡ് എന്ന് പറയുന്ന കൺസെപ്റ്റിന്റെ പ്ലാൻ എന്താണ്, ഇത് എങ്ങനെ ചെയ്യണം, ഇതിനകത്ത് എങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത്രയൊക്കെ വരുമാനം കിട്ടും, 6 തരത്തിലുള്ള വരുമാനങ്ങൾ ഉണ്ട് എന്നുള്ളത് ഇതുപോലൊരു സൂം മീറ്റിംഗിൽ ഞാൻ ജോയിൻ ചെയ്തതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ കേൾക്കുന്നത്. അപ്പം ഈ ഒരു സമയത്ത് ഞാൻ അദ്ദേഹത്തിന്റെ പേരും കൂടി വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. കാരണം എന്റെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുണ്ടെങ്കിൽ, ഫിജിക്കാർഡിലൂടെ എന്റെ ലൈഫ് മാറിയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് കൂടെ നിന്നത് കൊണ്ട് മാത്രമാണ്. അന്ന് അദ്ദേഹത്തിന്റെ കൈ ഞാൻ തട്ടിത്തെറിപ്പിച്ചിരുന്നുണ്ടെങ്കിൽ ഇന്നൊരിക്കലും എന്റെ ലൈഫിൽ ഒരു തരത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുമായിരുന്നില്ല. കാരണം ഫിജിക്കാർഡ് ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും ഏതെങ്കിലും 10-12 നിലയുടെ മുകളിൽ നിന്നുകൊണ്ട് സ്ക്രൂ ഡ്രൈവറും പിടിച്ച് AC ടെക്നീഷ്യൻ വർക്ക് ചെയ്യുന്ന ഒരാളായിട്ട് ഞാൻ ഇപ്പോഴും എവിടെയെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നേനെ. പക്ഷെ എന്റെ ലൈഫിൽ അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കി തന്നത് ഫിജിക്കാർഡ് കൺസെപ്റ്റ് ആണ്. അപ്പൊ അദ്ദേഹം ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. ഇന്ന് ഫിജിക്കാർഡ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിൽ ഏറ്റവും കൂടുതൽ എന്താണ് ഇന്ന് NSTM, അതായത് ഇന്ന് കമ്പനിയുടെ ടോട്ടൽ 13 റാങ്ക് ഉണ്ട്. ഈ 13 റാങ്കും കംപ്ലീറ്റ് ചെയ്ത് NSTM എന്ന് പറയുന്ന റാങ്കിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെയൊക്കെ ഗ്രേറ്റ് ലീഡറായിട്ടുള്ള എന്റെ സുഹൃത്തായിട്ടുള്ള സബിത മേഡം ആണ് എന്നെ ഫിജിക്കാർഡ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിലേക്ക് ഇൻവൈറ്റ് ചെയ്തത്.
ഞാൻ ഒന്നും നോക്കിയില്ല, കയറി നിന്നു. അങ്ങനെ ഫിജി കാർഡിന്റെ പ്ലാൻ കേൾക്കുന്നു. പ്ലാൻ കേട്ടതിന് ശേഷമാണ് ഇത് എങ്ങനെ ചെയ്യണം. അപ്പോഴും ഒരു ടെൻഷൻ, എങ്ങനെ ചെയ്യണം എന്ന് അറിയില്ല. പക്ഷെ അദ്ദേഹം ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അത് പ്രകാരം ഒന്ന് ചെയ്തു നോക്കി. ഇവിടെ എല്ലാവരും പറയുന്ന വാക്കാണ്, നമ്മളെ കൈപിടിച്ച് കൊണ്ടുവരുന്ന വ്യക്തി എന്താണോ പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ലീഡർ എന്താണോ പറയുന്നത്, അത് കൃത്യമായിട്ടൊന്ന് കേൾക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനനുസരിച്ചൊന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് പല മീറ്റിങ്ങിലൂടെയും കേൾക്കാൻ സാധിച്ചു. അത് പ്രകാരം ഞാനും എന്ത് ചെയ്തു, എന്റെ കൂടെ വന്ന അല്ലെങ്കിൽ എന്നെ കൈപിടിച്ചു കൊണ്ടുവന്ന സുഹൃത്തിനെ ഞാൻ വിശ്വസിച്ചു. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഞാൻ ചെയ്യാൻ തുടങ്ങി. ആത്മാർത്ഥതയിൽ വെള്ളം ചേർക്കാതെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഒരു മീറ്റിംഗിൽ പറയുണ്ടായി, ഇതുപോലൊരു സൂം മീറ്റിംഗിൽ ട്രെയിനിങ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് പറയുണ്ടായി, നിങ്ങൾക്ക് ഫിജി കാർഡിൽ വിജയിക്കണം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണോ സ്വപ്നം, എന്തെങ്കിലും മനസ്സിൽ നിങ്ങളുടെ ആഗ്രഹിക്കാൻ ബാക്കിയുള്ള അല്ലെങ്കിൽ സഫലീകരിക്കാൻ ബാക്കിയുള്ള സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചുകൊണ്ട്, അത് ഫിജി കാർഡ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിൽ ഇറക്കി വെച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ എന്റെ വീട് വെച്ചത് അന്ന് ആ സമയത്ത് പഞ്ചായത്തിൽ നിന്ന് 2 ലക്ഷം രൂപയുടെ ലോണ് കിട്ടിയിട്ടാണ് ഞങ്ങളുടെ വീട് വെച്ചിരുന്നത്. അത് മാത്രമല്ല, 2 ലക്ഷം രൂപയ്ക്ക് ലോണ് എടുത്താലും അല്ലെങ്കിൽ വീട് വെക്കാൻ പറ്റില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം അതിൽ കൂടുതലാണ്. അപ്പം വീട്ടിന്റെ ആധാരം അല്ലെങ്കിൽ വസ്തുവിന്റെ ആധാരം കൊണ്ട് മുത്തൂറ്റിൽ പണയം വെച്ചിട്ട് വീണ്ടും ഒരു 2.5 ലക്ഷം രൂപ എടുത്തിട്ട് ഏകദേശം 4-4.5 ലക്ഷം രൂപയുടെ ഒരു വീടാണ് ഞങ്ങൾ വെച്ചത്. അപ്പൊ അതിന്റെ കുറച്ച് കടം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ പറയുന്ന കൊറോണ സമയത്ത് പ്രശ്നങ്ങളായി നിന്ന സമയത്ത് അപ്പൊ എന്റെ മനസ്സിൽ ഇതാണ്, ഈ ഒരു എങ്ങനെയെങ്കിലും ആ ഒരു ആധാരം എനിക്ക് അച്ഛന്റെയും അമ്മയുടെയും കയ്യിൽ കൊണ്ട് കൊടുക്കണം. അതായിരുന്നു എന്റെ ആദ്യത്തെ സ്വപ്നം. ചെറിയ സ്വപ്നമാണ്, എന്റെ എന്ന് പറയാൻ എന്റെ സ്വപ്നം അതായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അത് മനസ്സിൽ വെച്ചുകൊണ്ട് നല്ല രീതിയിൽ എന്ത് ചെയ്തു, പ്രവർത്തിച്ചു. ഇവിടെ ഹാർഡ് വർക്കോ അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര സ്പീച്ച് ക്വാളിറ്റി വേണം, ഭയങ്കരമായിട്ട് പഠിക്കണം, ഇതൊന്നുമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജിഷ്ണു എന്ന് പറഞ്ഞ വ്യക്തി ഇന്ന് കമ്പനിയുടെ 11ാമത്തെ റാങ്കിൽ എത്തില്ല. കാരണം എന്റെ വിദ്യാഭ്യാസം 10ാം ക്ലാസ് മാത്രമാണ്. ഞാൻ ഒരുപാട് ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളല്ല, സംസാരിക്കുന്ന ആളല്ല. ഇപ്പൊ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഞാൻ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്, അല്ല നിർത്താതെ സംസാരിക്കുന്നുണ്ടെന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നുക. പക്ഷേ ഇതേ ജിഷ്ണുവിനെ നിങ്ങൾ എന്റെ നാട്ടിൽ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ടത്തെ ജിഷ്ണു എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും, ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ മൈൻഡ് ചെയ്യാത്ത ഒരാൾ, അല്ലെങ്കിൽ സംസാരിക്കാത്ത ഒരാൾ. എന്റെ വീട്ടിൽ ആരെങ്കിലും വന്നാൽ പോലും ഞാൻ എന്റെ റൂമിൽ ഇരിക്കുന്നല്ലാതെ അവരോട് പോയി അങ്ങോട്ട് സംസാരിക്കും, അങ്ങനെയുള്ള ഒരാളല്ല. പക്ഷെ ഫിജി കാർഡ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിലേക്ക് വന്ന് നമ്മൾ മോൾഡ് ആയതാണ് ഇപ്പൊ ഇങ്ങനെ സംസാരിക്കുന്നത്. അന്ന് അങ്ങനെ അല്ലായിരുന്നു. അപ്പം ഞാൻ വിശ്വസിക്കുന്ന ഒരിക്കലും അങ്ങനെ സ്പീച്ച് ക്വാളിറ്റി ഉള്ള ആളോ അല്ലെങ്കിൽ അത്രയും പഠിച്ച് അങ്ങനെ ഒന്നുമില്ല. ഇവിടെ ഒരു ക്രൈറ്റീരിയ ഇല്ല. നമുക്ക് ഏതൊരു സാധാരണക്കാരനും ഏതൊരു വ്യക്തിക്കും ഫിജി കാർഡ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിൽ കടന്നു വന്നുകൊണ്ട് പഠിച്ചെടുത്തുകൊണ്ട് നമ്മുടെ സ്കിൽസ് ഇംപ്രൂവ് ചെയ്തുകൊണ്ട്, നമ്മുടെ മനസ്സിൽ ഒരുപാട് നമ്മൾക്കുള്ളിൽ ഒരുപാട് സ്കിൽസ് ഉണ്ട്, പക്ഷെ നമ്മൾ അത് ആരും അറിയുന്നില്ല. അത് നമുക്ക് ഇംപ്രൂവ് ചെയ്യാനുള്ള അവസരം ഫിജി കാർഡിലുണ്ട്. അതിന്റെ ലീഡേഴ്സ് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ടീം മെമ്പേഴ്സ് ഉണ്ട്, ലീഡേഴ്സ് ഉണ്ട്. ഇതൊക്കെ നമ്മളൊന്ന് നോക്കിയിട്ട് ചെയ്താൽ മാത്രം മതി. അങ്ങനെയാണ് ഞാനിത് ആ ഒരു സ്വപ്നം മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങി. ഏകദേശം ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എല്ലാം വളരെ ഇതായിട്ട് പറഞ്ഞു പോലെ തുടക്കത്തിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മൾ ചിന്തിക്കുന്നത് ഏത് കൺസെപ്റ്റിലാണ് നമുക്ക് തുടക്കത്തിൽ ബുദ്ധിമുട്ടില്ലാത്തത്. ഇപ്പൊ നമ്മൾ ജോലിക്ക് കയറാൻ തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ആദ്യമായിട്ട് സ്വാഭാവികമായിട്ടും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്. ൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കോളേജിലോ അല്ലെങ്കിൽ പ്ലസ് ടുനോ 10ാം ക്ലാസ്സിനോ ഒക്കെ പഠിക്കാൻ പോകുന്ന സമയത്ത് ആദ്യമായിട്ട് നമ്മൾ ആ കോളേജിലേക്കോ അല്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും, മനസ്സിന് ഒരു കംഫേർട്ട് ഉണ്ടാവില്ല നമുക്ക്. അതേപോലെയായിരുന്നു എനിക്ക് ഫിജി കാർഡിലേക്ക് കടന്നു വന്നപ്പോഴും എങ്ങനെ ചെയ്യണം അതൊന്നും അറിയില്ല, ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ പോകെ അതൊക്കെ ക്ലിയർ ആയിട്ട് വരാൻ തുടങ്ങി. ലീഡേഴ്സിന്റെ സപ്പോർട്ട് കൊണ്ട് അങ്ങനെ വർക്ക് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി ചെയ്തു. ഏകദേശം ഒരു 1.5 വർഷം പിന്നിടുന്ന സമയത്ത് എന്റെ ആ സ്വപ്നം ഞാൻ മനസ്സിൽ എനിക്ക് നേടണം, ഫിജി കാർഡിൽ നിന്ന് ആ പൈസ കിട്ടുന്നതിനനുസരിച്ച് അത് മാറ്റിവെച്ചെടുക്കണം എന്ന് ചിന്തിച്ച ആ ഒരു സ്വപ്നം ഞാൻ എന്ത് ചെയ്തു, നേരെ പോയി മുത്തൂറ്റിൽ റെഡി ക്യാഷ് കൊടുത്തിട്ട് അത് കൊണ്ടുപോയി എന്റെ അച്ഛന്റെ അമ്മയുടെ ആധാരം കൊണ്ടുപോയി കൊടുത്തു. ഇതാണ് എന്റെ ആദ്യത്തെ അച്ചീവ്മെന്റ്. എനിക്ക് ഫിജി കാർഡിൽ ഏറ്റവും എനിക്ക് മനസ്സിൽ ഉള്ള എന്റെ അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഒന്നാമത്തെ കാര്യം. ഏതൊരാളുടെ സ്വപ്നമാണല്ലേ, നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ പൈസപരമായിട്ട് നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ പ്രതിസന്ധിയായിട്ട് നിൽക്കുന്ന ഒരുപാട് സ്വപ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും.
അതൊക്കെ നിങ്ങൾക്ക് ഫിജി കാർഡിലേക്ക് ഒന്ന് ഇറക്കി വെക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം പിന്നീട് അത് സഫലീകരിച്ചതിന് ശേഷം പിന്നീട് എന്റെ മനസ്സിലുണ്ടായിരുന്ന അടുത്തൊരു സ്വപ്നം, പിന്നെ നമ്മുടെ സ്വപ്നങ്ങളുടെ അളവ് കൂടാൻ തുടങ്ങി, അല്ലെങ്കിൽ സ്വപ്നങ്ങളുടെ കൗണ്ട് കൂടാൻ തുടങ്ങി. അപ്പൊ അടുത്ത എന്റെ മനസ്സിൽ ഉണ്ടായിരുന്ന ഒരു സ്വപ്നമാണ് സ്വന്തമായിട്ട് ഒരു വാഹനം വാങ്ങിക്കണം, അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങിക്കണം. കാരണം ബൈക്കിൽ നല്ല വെയിൽ കൊണ്ട്, ഇപ്പം AC ടെക്നീഷ്യൻ എന്ന് പറയുന്നത് പല ആൾക്കാർക്കും അറിയായിരിക്കും. വെയിലും മഴയും കൊണ്ട് നമ്മൾ ഓരോ വീടുകളിൽ പോയിട്ട് ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീന്, AC പണിയാണ് പഠിച്ചതെങ്കിൽ പോലും ആ കമ്പനിയിൽ കയറിയതിനു ശേഷം എല്ലാത്തിന്റെയും ട്രെയിനിങ് കിട്ടി. AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ ഇതെല്ലാം നോക്കുന്ന ഒരാളായിരുന്നു. എറണാകുളത്തെ ഒട്ടുമിക്ക വീടുകളിൽ ഞാൻ സർവീസ് സെന്റർ അല്ലെങ്കിൽ സർവീസിനായിട്ട് ഞാൻ പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ നിൽക്കുന്ന, അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ വന്ന ഒരാളാണ് ഞാൻ. അപ്പൊ എന്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹമായിരുന്നു എനിക്കൊരു 4 വീലർ എടുക്കണം, ഒരു ചെറിയ കാർ എടുക്കണം. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ആ സ്വപ്നങ്ങളുമായിട്ട് വീണ്ടും പ്രവർത്തിക്കാൻ തുടങ്ങി. കൊറോണയൊക്കെ കഴിഞ്ഞ് പുറത്തൊക്കെ ഇറങ്ങാറാവുന്ന ആ ഒരു മൊമെന്റ് എത്തിയപ്പോഴത്തേക്കും ഞാൻ നേരെ പോകുന്നത് വൈറ്റിലുള്ള ടാറ്റ നെക്സോണിന്റെ ഷോറൂമിലേക്കാണ് എന്റെ സ്വപ്ന വാഹനം ബുക്ക് ചെയ്യാനായിട്ട്. എങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞതാണ്, ആ സ്വപ്നം മനസ്സിൽ ഇട്ടുകൊണ്ട് അതിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങി. തീർച്ചയായിട്ടും ആ ഒരു വണ്ടി 22 ലക്ഷം രൂപയുടെ, അല്ല 12 ലക്ഷം രൂപയുടെ ടാറ്റ നെക്സോൺ എന്ന് പറയുന്ന വാഹനം എനിക്ക് സ്വന്തമാക്കാൻ സാധിച്ചു. അതിനുശേഷം പിന്നീട് നമ്മൾ നല്ലൊരു ടീം വർക്ക് ഒക്കെ ആയിട്ട് ചെയ്ത് വലിയൊരു ടീമിനെ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ ഞാൻ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ എന്ന് പോലും ചിന്തിച്ച ഒരാളായിരുന്നു ഞാൻ. പക്ഷെ ഇതിൽ വന്ന് നമുക്ക് മനസ്സിലായി, നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ കാര്യങ്ങൾ തുറന്നു പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ കൂടെ നിൽക്കാൻ ഒരുപാട് പേര് നമ്മുടെ കൂടെ ഉണ്ടാവും. അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചുകൊണ്ട് നമ്മുടെ കൂടെ വരുന്ന ഒരു പറ്റം ആൾക്കാരുടെ സ്വപ്നങ്ങൾ അവർക്ക് നേടിക്കൊടുത്തുകൊണ്ട് നമുക്കും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് ഫിജി കാർഡ് എന്ന് പറഞ്ഞ ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ ഒന്നാമത്തെ കാർ എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന ആ നിമിഷം എവിടുന്നൊക്കെയോ എനിക്കൊരു എന്റെ ചെവിയിലേക്ക് ഒരു കാര്യം എത്തി. ജിഷ്ണുവിന്റെ ഫസ്റ്റ് വണ്ടി, അതൊക്കെ എന്ത് ചെയ്തോളും, ഇതൊക്കെ CC-ക്കാർ കൊണ്ടുപോക്കോളും എന്നൊക്കെയുള്ള രീതിയിൽ പല ടോക്കുകളും നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിലും ഒക്കെ ഡയറക്റ്റ് ആയിട്ട് അല്ല ഇൻഡയറക്റ്റ് ആയിട്ട് വരാൻ തുടങ്ങി. അന്ന് എന്റെ മനസ്സിൽ കുറിച്ചിട്ടു, ഈ വണ്ടി നിൽക്കെ ഞാൻ അടുത്തൊരു വണ്ടി എടുത്തിരിക്കും, അതിനുവേണ്ടി ഞാൻ പ്രയത്നിക്കും എന്ന് ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചു. ഇന്ന് അതുകൊണ്ട് തന്നെ എന്റെ കയ്യിൽ 22 ലക്ഷം രൂപയുടെ കിയ സെൽറ്റോസ് എന്ന് പറയുന്ന ഒരു വാഹനം ഞാൻ സ്വന്തമാക്കി. എന്റെ അച്ഛനും അമ്മയും സാധാരണ കൂലിപ്പണിക്കാരനും, എന്റെ അമ്മ എന്ന് പറയുന്നത് റോഡ് സൈഡിൽ ലോട്ടറി വിൽക്കുന്ന ആളുമായിരുന്നു. അവരിന്ന് സഞ്ചരിക്കുന്നത് 22 ലക്ഷം രൂപയുടെ കിയ സെൽറ്റോസ് എന്ന് പറയുന്ന വാഹനത്തിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, നമുക്ക് പലരും നമ്മളോട് പറയും നമ്മളെ കൊണ്ടൊന്നും സാധിക്കില്ല, നമ്മളൊക്കെ സാധാരണക്കാരാണ്, ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റൂല, ഇങ്ങനെയൊക്കെ ആയിരിക്കും പലപ്പോഴും നമ്മൾക്ക് പല ആൾക്കാരും പറഞ്ഞു തരുന്നത്. പക്ഷെ എനിക്ക് മനസ്സിലായി, ഫിജി കാർഡ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിൽ വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായി, നമ്മുടെ ആഗ്രഹം തീവ്രമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഫിജി കാർഡ് എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റിൽ നിന്നും അച്ചീവ് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി ആത്മാർത്ഥതയിൽ വെള്ളം ചേർക്കാതെ, ഞാൻ ഒരിക്കൽ കൂടി പറയുന്ന, ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കാൻ തയ്യാറാവുക. ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കാൻ തയ്യാറായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ ഒരു ദിവസം നമ്മുടെ ആവശ്യം എന്തും ആയിക്കോട്ടെ, ചെറുതായിക്കോട്ടെ, ഇപ്പൊ അച്ഛനും അമ്മയ്ക്കും ഒരു നല്ല ഡ്രസ്സ് എടുത്തു കൊടുക്കുന്ന ആയിക്കോട്ടെ, അവർക്കൊരു നല്ല സ്വർണം വാങ്ങിച്ചു കൊടുക്കുന്ന ആയിക്കോട്ടെ, അല്ലെ മക്കൾക്കൊരു കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കുന്നതായിക്കോട്ടെ, അല്ലെ പുറത്തു പോയി നല്ല ഹോട്ടലിൽ പോയിട്ട് ഒരു ഫുഡ് കഴിക്കുന്നതായിക്കോട്ടെ, ഫാമിലിയൊത്ത് ഒരു സിനിമയ്ക്ക് പോകുന്നതായിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ പലപ്പോഴും നമ്മുടെ സാഹചര്യം അല്ലെങ്കിൽ നമ്മുടെ ഇൻകം ചിലപ്പോൾ നമ്മളെ അതിനെ ഒന്ന് മടുപ്പിക്കാറുണ്ട്. കാരണം അയ്യോ വേണ്ട, കുറച്ച് പൈസ ചെലവാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷെ ഫിജി കാർഡ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിൽ വന്നതിന് ശേഷം എനിക്ക് അതൊന്നും നോക്കേണ്ടി വന്നിട്ടില്ല. അവരെന്ത് ചോദിക്കുന്നു അതെനിക്ക് വാങ്ങിച്ചു കൊടുക്കാനൊക്കെ എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഫിജി കാർഡിൽ വന്നതിന് ശേഷം എനിക്ക് സാധിച്ചിട്ടുണ്ട്. ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുകയാണ്, അത് ആരോട് വേണമെങ്കിലും ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഫിജി കാർഡിൽ വന്ന് ഇന്ന് കമ്പനിയുടെ ടോട്ടൽ 13 റാങ്ക് ഉള്ളതിൽ 11ാമത്തെ ZSDM എന്ന് പറയുന്ന റാങ്കിൽ എനിക്ക് ഇന്നെത്താൻ സാധിച്ചു. ഏകദേശം ഒരു 4 വർഷം കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു, ഫിജി എന്ന് പറഞ്ഞ കൺസെപ്റ്റില് ZSDM 4 വർഷം കൊണ്ട് എനിക്ക് എത്താൻ സാധിച്ചു. ഇന്ന് ടോട്ടൽ ഫിജി കാർഡിൽ നിന്നും എനിക്ക് കിട്ടിയ വരുമാനം പറയുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഒരു 60 ലക്ഷം രൂപയ്ക്ക് മുകളിൽ എനിക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു, ഫിജി കാർഡിൽ നിന്നും വാങ്ങിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള, ഞാൻ ഒരു ചെറിയ കുറച്ച് ക്വസ്റ്റ്യൻ മാത്രം നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്. ക്വസ്റ്റ്യൻ ആയിട്ട് കാണണ്ട, നിങ്ങൾ മനസ്സിൽ ജസ്റ്റ് ഒന്ന് അതിന്റെ ഉത്തരങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലൊന്ന് വെച്ചാൽ മതി.
ഞാൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ തന്നെ ആ ഒരു ഉത്തരം എന്ത് ചെയ്യുക, ഒന്ന് ആലോചിച്ച് നോക്കുക. അത് ചോദിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും മിക്ക ആൾക്കാർക്കും കടങ്ങൾ ഉണ്ടാവും അല്ലെ? നമുക്ക് എല്ലാവർക്കും ഇപ്പം നമുക്കൊക്കെ ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ കടമുണ്ട് എന്ന് പറയുന്ന പോലെ കടങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് സ്വാഭാവികമായിട്ടും. അപ്പം എൻ്റെ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, എത്ര രൂപ നിങ്ങൾക്ക് മാസ വരുമാനം ഉണ്ട് നിങ്ങളുടെ കുടുംബത്തിന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാസ വരുമാനം നിങ്ങളുടെ കുടുംബത്തിന് എത്രയുണ്ടെന്ന് നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക. എന്തിന് ഈ ഫിജി കാർഡ് ചെയ്യണം എന്നുള്ളതിന്റെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഒന്ന് സൂചിപ്പിക്കാനായിട്ട് ഞാൻ തുടങ്ങുന്നത്. ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. എത്ര രൂപ മാസ വരുമാനം ഉണ്ട് മൊത്തത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ മാസം ചെലവ് എത്രയുണ്ടെന്ന് ഒന്ന് മനസ്സിൽ വെക്കുക. ചെലവ് മാത്രം. അതിപ്പോ ആഴ്ചക്കാരനായിരിക്കാം അല്ലെ, മാസക്കാരനായിരിക്കാം, ചിട്ടി അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അല്ലെങ്കിൽ ഈ പറയുന്ന കുട്ടികളെ പഠിപ്പിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ വീട്ടിലെ സാധനം വാങ്ങിക്കുന്നതായിരിക്കാം. അത് എത്ര രൂപ നിങ്ങളുടെ ചെലവുകൾ ഉണ്ട് എന്ന് മാത്രം നിങ്ങൾ ആലോചിച്ച് നോക്കുക. മറ്റേ ചിട്ടിക്കാരന്റെ ഒക്കെ വിടാതെ അത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരും. ഓക്കെ, ചെലവ് മാത്രം, നമ്മുടെ അവസ്ഥയിൽ ചെലവ് മാത്രം എത്ര രൂപ നിങ്ങൾ അതിൽ നിന്ന് മാറ്റി വെക്കുന്നുണ്ട്. അടുത്ത ചോദ്യമാണ്, എത്ര രൂപ നിങ്ങൾക്ക് കടമുണ്ട്. അതായത് ഈ മാസമാണെങ്കിലും ആഴ്ചയാണെങ്കിലും എത്ര രൂപ നിങ്ങൾക്ക് കടമുണ്ട് എന്നൊന്ന് മനസ്സിൽ സങ്കല്പിക്കുക. ഏകദേശം ഒരു രൂപ നിങ്ങളുടെ മനസ്സിൽ വരുമായിരിക്കും. അവസാനത്തെ ചോദ്യം, നിങ്ങളുടെ മാസ വരുമാനത്തിൽ നിന്നും ഈ പറയുന്ന മാസ ചെലവും അതുപോലെ തന്നെ നിങ്ങളുടെ കടങ്ങളും മാറ്റി വെച്ച് കഴിഞ്ഞാൽ എത്ര രൂപ ബാലൻസ് ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ചില ആൾക്കാർ പറയുന്നുണ്ട്, ഓക്കെ അജയൻ സാറൊക്കെ പറയുന്നുണ്ട് ഒന്നുമില്ലാന്ന്. ഓക്കെ, അത് സ്വാഭാവികമായിരിക്കും. നമ്മളിപ്പോ ചിലപ്പോൾ നമ്മളത് നോക്കിയിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പൊ പറയുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ആൾക്കാർ ചിന്തിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കുക എത്രയുണ്ട്. ഞാനൊക്കെ നോക്കിയ സമയത്ത് എനിക്ക് മൈനസ് ആയിരുന്നു, ഒന്നുമില്ല, അതിന് കുറെ ആർക്കോ അങ്ങോട്ട് കൊടുക്കാൻ ഉണ്ട് എന്നുള്ള പോലെ ആയിരുന്നു നമ്മുടെയൊക്കെ എന്ന് പറയുന്നത്. ഞാൻ പറയുന്ന ഫിജി കാർഡ് എന്തിന് ചെയ്യണം എന്ന ചോദ്യത്തിന് ഇത് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. നമുക്ക് എക്സ്ട്രാ ഒരു വരുമാനം വാങ്ങിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് ഫിജി കാർഡ്. നമുക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും എത്താൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ രണ്ടറ്റവും അങ്ങോട്ട് കൂട്ടിമുട്ടിക്കാൻ പറ്റുന്നില്ല. ഇത് കൂടാതെ എനിക്ക് എൻ്റെ കൂടപ്പറപ്പിനോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലി ഉള്ളവർക്കോ എന്തെങ്കിലും ഒന്ന് സന്തോഷമായിട്ട് മനസ്സറിഞ്ഞ് വാങ്ങിച്ചു കൊടുക്കാൻ, അയ്യോ ഇത് പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച കൊടുക്കാനുള്ളത് എന്ത് ചെയ്യും എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫിജി കാർഡ് എന്ന് പറഞ്ഞ ഈ ഒരു കൺസെപ്റ്റ് ഏറ്റെടുക്കാം. അതിനാദ്യം വേണ്ടത് വിശ്വസിക്കുക എന്നുള്ളതാണ്, വിശ്വാസം. ആരാണോ നിങ്ങളെ ഈ ഒരു കൺസെപ്റ്റിലേക്ക് കണക്ട് ചെയ്തത്, ആരാണോ നിങ്ങൾ വിളിച്ചത്, അവർ പറയുന്ന കാര്യങ്ങളൊന്ന് പൂർണ്ണമായിട്ട് കേൾക്കുക. നിങ്ങൾക്കുള്ള ചോദ്യങ്ങളും ചോദിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കുക. അതിനൊന്നും ഒരു കുഴപ്പമില്ല, അവർ കൃത്യമായിട്ട് അതിന്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ ആണെങ്കിൽ അടുത്ത ദിവസം തന്നെ എന്ത് ചെയ്യുക, കാരണം ഞാൻ അതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ കയറുന്ന ഒരാളാണ്. അന്ന് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആലോചിക്കും, അന്ന് ഞാൻ സബിത മേഡം പറഞ്ഞത് ഞാൻ തട്ടിത്തെറിപ്പിച്ചിരുന്നുണ്ടെങ്കിൽ. കാരണം അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ കൂടി ഒരുപാട് ഇങ്ങനെ കടന്നു പോകും അല്ലെ. നമ്മൾ ചിലപ്പോൾ അതിനെയൊന്നും കാണാറില്ല, ചിലപ്പോൾ നമ്മൾ കാണുന്നുണ്ടാവും, നമ്മൾ അതൊക്കെ പോട്ടെ. പക്ഷെ കിട്ടുന്ന അവസരം കൃത്യമായിട്ട് വിനിയോഗിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചിലപ്പോൾ എല്ലാത്തിനും ഒരു കാരണമുണ്ട് എന്ന് പറയുന്ന പോലെ ഇന്ന് ഫിജി കാർഡ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നിങ്ങളിലേക്ക് എത്താനും ഒരു കാരണമുണ്ടാവും. നിങ്ങൾ എന്ന് പറഞ്ഞ വ്യക്തിയുടെ അടുത്ത് ഈ ഫിജി കാർഡ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നിങ്ങളുടെ സുഹൃത്തോ റിലേറ്റീവോ ആരോ ആയിക്കോട്ടെ, അവര് നിങ്ങളുടെ പക്കലേക്ക് എത്തിക്കാൻ എന്തോ ഒരു കാരണം ഉണ്ടാവും. അപ്പം അത് ചിലപ്പോൾ നമ്മുടെ ഉയർച്ചയായിരിക്കാം അല്ലെ. നമുക്ക് എപ്പോഴും പോസിറ്റീവായിട്ട്, ഞാൻ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്, വിശ്വസിക്കുന്ന ഒരാളാണ്. എന്തും നടക്കും എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലേക്ക് എത്താൻ സാധിക്കും. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് നടക്കും എന്ന വിശ്വാസത്തോട് കൂടിയിട്ട് അവരെ കൂടെ ചേർത്ത് പിടിക്കുക, അവരെ ചേർത്ത് പിടിക്കുക. അവർ പറയുന്ന കാര്യം, കാരണം ഒരു ദിവസമെങ്കിൽ അല്ലെങ്കിൽ ഒരാഴ്ചയെങ്കിൽ അല്ലെങ്കിൽ ഒരു മാസം മുന്നെയെങ്കിൽ ഫിജി കാർഡിലേക്ക് ജോയിൻ ചെയ്ത ആളുകളാണ് അവർ. അപ്പൊ അവർ പറയുന്ന കാര്യങ്ങൾ ഒന്ന് കേട്ട് അതിനനുസരിച്ച് നിങ്ങളൊന്ന് ചെയ്യാൻ തയ്യാറായി. വലിയ കാര്യമൊന്നുമില്ല. ഇപ്പൊ സ്റ്റാറ്റസ് ഇടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണോ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ജസ്റ്റ് ഫോണിൽ ഒന്ന് സ്റ്റാറ്റസ് ഇടുക, അല്ലെങ്കിൽ ഒരാളോട് നമ്മൾക്ക് നല്ലത് എന്ന് തോന്നുന്ന കാര്യം അവരോട് ചെയ്യുക. ഇത് വലിയ കാര്യമാണോ? അല്ല. തീർച്ചയായിട്ടും പേസ്റ്റ് ഉപയോഗിക്കുകയാണ്, നമ്മൾ നല്ലൊരു പാത്രം ഉപയോഗിക്കുകയാണ്, നല്ല കറി പൗഡർ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യും, തൊട്ടടുത്ത വീട്ടിലുള്ള ആളോട് അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തിനോടോ പറയും, അവിടെ ഇന്ന പ്രൊഡക്റ്റ് നല്ലതാണ് കേട്ടോ എന്ന് പറയും. ഇതേ രീതിയിൽ ഇതേ ഒരു ലാഘവത്തോട് കൂടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു തൊഴിൽ അവസരമാണ് ഫിജി കാർഡ് എന്ന് പറയുന്നത്.
ഏതൊരു സാധാരണക്കാരനും പ്രായഭേദമന്യേ 18 വയസ്സ് പൂർത്തിയായ ഏതൊരു വ്യക്തിക്ക് വേണമെങ്കിലും അവിടെ നിങ്ങളുടെ ജാതിയോ മതമോ വിദ്യാഭ്യാസമോ ഒന്നും ബാധകമല്ല. ഏതൊരാൾക്കും ഫിജി കാർഡ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിലേക്ക് കടന്നു വരാൻ കഴിയും. ഇപ്പൊ നിങ്ങൾ ഇവിടെ ജസ്റ്റ് സ്ക്രീനിൽ ഒന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ മതി. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു സ്ത്രീകളെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് അല്ലേ, വീട്ടമ്മമാരെ കാണാൻ സാധിക്കും. അവർക്ക് ഇപ്പം നിങ്ങളൊരു വീട്ടമ്മയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവും, ഹസ്ബൻഡ് ഉണ്ടാവും അല്ലെ. അപ്പം അവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കിയതിന് ശേഷം അല്ലെങ്കിൽ ഒക്കെ നോക്കിയതിന് ശേഷം നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ടോ അല്ലെങ്കിൽ ഒന്ന് പുറത്തിറങ്ങിക്കൊണ്ടോ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു തൊഴിലവസരമാണ് ഫിജി കാർഡ് എന്ന് പറയുന്നത്. ഇത്രയാണ് എനിക്ക് ആത്മാർത്ഥമായിട്ട് ഫിജി കാർഡിനെ കുറിച്ച് എന്താണ് എന്റെ ഫീലിങ്സ് എന്ന് പറയണം എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരുന്നു എന്റെ ഫീലിങ്സ്. കാരണം അത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയതുകൊണ്ടാണ് ഞങ്ങൾ ഓരോരുത്തരിലേക്ക് അത് എത്തിക്കുന്നത്. എനിക്ക് കിട്ടിയത് ഞാൻ എന്താണ് സ്വാഭാവികമായിട്ട് എനിക്ക് കിട്ടിയത് നല്ലത് ഞാൻ എന്ത് ചെയ്യും, എന്റെ സുഹൃത്തിനോ അല്ലെങ്കിൽ റിലേറ്റീവിനോ പകർന്നു കൊടുക്കാൻ ശ്രമിക്കും. അതുപോലെ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഫിജി കാർഡ് കണ്ട് ഫിജി കാർഡ് അപ്പൊ എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ഓൾറെഡി ഇവിടെ പറഞ്ഞു തന്നാവും. ലൈഫിൽ ഒരേ ഒരു തവണ, ഞാൻ പറയുന്നത് ലൈഫിൽ ഒരേ ഒരു തവണ ഒരു 100 പോയിന്റിന്റെ പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്തുകൊണ്ട് ഒരാൾക്ക് പോലും വെറുതെ 1 രൂപ പോലും നിങ്ങൾ കൊടുക്കണ്ട. ബോബി ചെമ്മണ്ണൂറിനോ നിങ്ങളുടെ സുഹൃത്തിനോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവിനോ ആർക്കും ഇവിടെ 1 രൂപ പോലും നിങ്ങളുടെ കയ്യിൽ നിന്ന് വെറുതെ വേണ്ട. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, നിങ്ങളുടെ ഉപയോഗത്തിനനുസരിച്ചുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ സാധനങ്ങൾ വാങ്ങിക്കുന്നതിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു സ്റ്റോറാണ്, ഒരു കടയാണ്. ഇനി ഞാൻ എന്താണ് ഫിജി കാർഡിന്റെ പ്രവർത്തനം എന്ന് ഞാൻ കൂടി ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഇത്തരത്തിലൊരു സ്റ്റോർ ആണ് നിങ്ങളുടെ, അത് സ്റ്റോർ എന്ന് പറയുന്നത് പ്രത്യക്ഷത്തിൽ നമ്മൾ പുറത്തൊക്കെ കാണുന്ന പോലെ ഷട്ടറുള്ള കടകളോ അങ്ങനെയൊന്നും അല്ല. ഫോണാണ് നമ്മുടെ കട, ഡിജിറ്റൽ ആണ് നമ്മുടെ കട. അപ്പൊ ഈ ഡിജിറ്റൽ കടയുടെ പ്രത്യേകത എന്താണ് എന്ന് പറഞ്ഞ് അത് എന്നോട് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും, ഫിസിക്കൽ ഉള്ള കട നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. അവിടെ കറണ്ട് ബില്ല് വേണം, ഒരു വാടകയ്ക്കാണെങ്കിൽ മാസം വാടക കൊടുക്കണം അല്ലേ. ഇനി പ്രൊഡക്റ്റുകൾ നമ്മൾ അറേഞ്ച് ചെയ്യണം, ഇനി അതിന്റെ എക്സ്പയറി നോക്കി നമ്മൾ അത് മാറ്റണം, പുതിയ പ്രൊഡക്റ്റുകൾ മാറ്റി. ഇതിങ്ങനെയുള്ള പല കാര്യങ്ങളും ഫിസിക്കൽ സ്റ്റോറിനെ സംബന്ധിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഡിജിറ്റൽ സ്റ്റോർ ആയതുകൊണ്ട് കറണ്ട് ബില്ല് അടയ്ക്കേണ്ട ആവശ്യമില്ല, മാസ വാടക കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യും, മാസം നമ്മുടെ ഫോണ് റീചാർജ് ചെയ്യും അല്ലെ. ആ റീചാർജ് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന്റെ കൂട്ടത്തിൽ ഈ സ്റ്റോറും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. ആ സ്റ്റോറിൽ ഏകദേശം ഒരു 5000-ലധികം പ്രൊഡക്റ്റുകൾ ഉണ്ട്. ഈ പ്രൊഡക്റ്റുകൾ വിൽക്കാനും വാങ്ങാനുമുള്ള ഒരു അവകാശമാണ് നിങ്ങളുടെ പേരിലേക്ക് എഴുതി തന്നിരിക്കുന്നത്. അതാണ് ഇവിടെ കുറച്ചു മുന്നേ ബീന കുക്കു മാഡം പ്രസന്റേഷൻ ചെയ്തത്. 1 പോയിന്റ് കച്ചവടം ചെയ്ത് കഴിഞ്ഞാൽ 20 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കയറും. 1 പോയിന്റിന്റെ കച്ചവടം ഇന്ന് ഒരു ദിവസം ചെയ്ത് കഴിഞ്ഞാൽ 20 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കയറും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 100 പോയിന്റിന്റെ കച്ചവടം ഒരു ദിവസം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ, മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ 2000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഒരു ദിവസം ക്രെഡിറ്റ് ആവും. 500 പോയിന്റിന്റെ കച്ചവടം ഒരു ദിവസം നിങ്ങളുടെ ടീമിൽ നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ 500 × 20 10,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ കയറും. അങ്ങനെ ഒരു ദിവസം 1500 പോയിന്റിന്റെ കച്ചവടം വരെ നിങ്ങൾക്ക് ഒരു ദിവസം ചെയ്യാമെന്നാണ് ഫിജി കാർഡ് ഇവിടെ പറയുന്നത്. 1500 പോയിന്റ് കച്ചവടം നിങ്ങൾക്ക് ഒരു ടീം മുഖേന നമുക്ക് സ്വയം ചെയ്യാം. ഇനി ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അത് മുഖേന നമുക്ക് ചെയ്യാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഡെയിലി 30,000 രൂപ തരാമെന്നാണ് നമ്മുടെ ബോബി ചെമ്മണ്ണൂർ സാർ, ഫിജി കാർഡ് മാനേജ്മെന്റ് നമ്മളോട് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ മനസ്സിലൊരു ചിന്ത ഉണ്ടാവും, ഈ 30,000 ഡെയിലി ഇവിടെ 500 രൂപ പോലും കിട്ടാത്ത ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ പിന്നെ 30,000 രൂപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു സാധാരണക്കാരനും, ഞാനും ഒരു സാധാരണക്കാരനായിരുന്നു, അപ്പം ഞാൻ ചിന്തിച്ചതാണ്, എന്റെ മനസ്സിലും ചിന്തയുണ്ടായിരുന്നു 30,000 ഒക്കെ വല്ല ഒരു 1000 രൂപ 2000 രൂപ കിട്ടിയാൽ നല്ലത് എന്ന് പറഞ്ഞിട്ടാണ് ഫിജി കാർഡ് നമ്മൾ ചെയ്തത്. പക്ഷെ അന്നും മനസ്സിലൊരു പുഞ്ചിരി മാത്രമായിരുന്നു. പുഞ്ചിരി എന്ന് പറഞ്ഞ ഒരു പുച്ഛഭാവമായിരുന്നു. പിന്നെ ഇപ്പം 30,000 രൂപ കിട്ടും എന്നുള്ളൊരു ഇതൊക്കെ ആയിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ അതൊന്നും ഫോക്കസ് ചെയ്തിട്ടല്ല വർക്ക് ചെയ്തത്. ഞാനും 2000 രൂപ 1000 രൂപ കിട്ടിയാൽ നല്ലത്, എക്സ്ട്രാ കിട്ടിയാൽ നല്ലതെന്ന് പറഞ്ഞിട്ടാണ് വർക്ക് ചെയ്തത്. പക്ഷെ ഏകദേശം ഒരു 1.5-2 വർഷങ്ങൾ പിന്നിടുന്ന സമയത്ത് എന്റെ അക്കൗണ്ടിലേക്ക് ഒരു ദിവസം ടാക്സ് കഴിഞ്ഞിട്ട് 28,500 രൂപ ക്രെഡിറ്റ് ആയ സമയത്താണ് വേണമെങ്കിൽ നടക്കും എന്ന് മനസ്സിലായത്. ഒരു സാധാ 10ാം ക്ലാസ്സുകാരന്റെ അക്കൗണ്ടിൽ ഒരു ദിവസം 30,000 രൂപ ക്രെഡിറ്റ് ആയ സമയത്താണ് സത്യം പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്കും വിശ്വാസം ഉണ്ടാവില്ല, സ്വാഭാവികമാണ്. ഏതൊരു സാധാരണക്കാരും ചിലപ്പം അത് അങ്ങോട്ട് വിശ്വസനീയമല്ലായിരിക്കും. പക്ഷെ ഇവിടെ ഫിജി കാർഡിൽ പ്രവർത്തിക്കുന്നവർക്കും എല്ലാവർക്കും അറിയാം
30,000 രൂപ എന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിലും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻകം ആണ്. ഞാൻ അതിലേക്ക് ഒന്നും കടക്കുന്നില്ല. വലിയ വലിയ വരുമാനങ്ങൾ പറഞ്ഞ് നിങ്ങളോടൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ തുടക്കത്തിലെ പറഞ്ഞ പോലെ നമുക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ അതുപോലും നമുക്ക് സഫലീകരിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങൾ കടന്നു പോകുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഫിജി കാർഡ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിൽ ജോയിൻ ചെയ്ത് പ്രവർത്തിക്കാം. നിങ്ങളെ വിളിച്ച ആളെ നിങ്ങൾ എന്ത് ചെയ്യാം, വിശ്വസിച്ച് കൂടെ നിൽക്കാം. ഇതാണ് എനിക്ക് ഫിജി കാർഡിനെ പറ്റി പറയാനുള്ളത്. ഇനി ഫിജി കാർഡിന്റെ ലീഗാലിറ്റിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് 2018 നമ്മുടെ ഫിജി കാർഡ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഇന്ത്യയിലേക്ക് പ്രവർത്തനം ആരംഭിച്ചത്. അതിനു മുന്നേ ഒരുപാട് ഡയറക്ട് സെല്ലിംഗ് കമ്പനികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 2018 ശേഷമാണ് കൃത്യമായിട്ടുള്ള ഒരു നിയമ സംവിധാനം നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കാനും ഇന്ത്യയിൽ പ്രവർത്തിക്കാനുമുള്ള നിയമ സംവിധാനം വന്നത്. ഈ പറയുന്ന അത് കൃത്യമായിട്ടുള്ളൊരു അമെന്റ്മെന്റോട് കൂടിയിട്ട് അത് വന്നത് ഈ പറയുന്ന 2018 കൂടിയിട്ടാണ്. അപ്പം കേന്ദ്ര സർക്കാരാണ് ഇതിനെ ഒരു നിയമത്തിന്റെ ചട്ടക്കൂടിൽ ഇത് കൊണ്ടുവന്നത്, നമ്മുടെ മോദി സർക്കാർ. അതിനുശേഷം കേരള ഗവൺമെന്റ് എന്ത് ചെയ്തു, ഇതിനെ ഏറ്റെടുത്തു. കേരള ഗവൺമെന്റ് നമ്മുടെ ഈ ഒരു കൺസെപ്റ്റിനെ ഒന്ന് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മോണിറ്ററിംഗ് അതോറിറ്റിയെ നിയമിച്ചു. അതിന്റെ പേരെന്ന് പറയുന്നത് ഗിഫ്റ്റ് എന്നാണ്, ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സാക്ഷൻ. ആ ഗിഫ്റ്റിന്റെ അണ്ടറിൽ നമ്മുടെ ഇവിടെ എന്തൊക്കെ പ്രൊഡക്റ്റ് ഉണ്ട്, എത്ര വിലയുണ്ട്, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് 6 IAS ഉദ്യോഗസ്ഥന്മാരെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നിയമിച്ചിരിക്കുന്നത് നമ്മുടെ കേരള സർക്കാർ. അപ്പൊ ഇത്തരത്തിലുള്ള നിയമം, അതുപോലെ തന്നെ 5 തൊഴിലാളി സംഘടനകളുമായിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. കാരണം നമ്മൾ വിശ്വസിക്കുന്ന ഏത് തൊഴിലാളി സംഘടനയാണോ അതിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അതിന്റെ കാർഡ് എടുത്തുകൊണ്ടോ ഒക്കെ എന്ത് ചെയ്യാം, അവരുടെയും സപ്പോർട്ട് നമുക്ക് എന്തുണ്ടാവും, ഈ പറയുന്ന ഇതിൽ ഉണ്ടാവും. അപ്പൊ ഇത്തരത്തിൽ ഒരുപാട് നിയമ സംവിധാനങ്ങൾ വന്നുകൊണ്ടാണ് ഇപ്പം റീസെന്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്തു, അതിനെ ഒന്ന് പുതുക്കിക്കൊണ്ട് പുതിയ നിയമ സംവിധാനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മേഖലയുടെ സാധ്യത അത്രത്തോളം ഉള്ളത് കൊണ്ടാണ്. ഈ ഒരു ഡയറക്ട് സെല്ലിങ്ങിന്റെ ആണെങ്കിലും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണെങ്കിലും സാധ്യത എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം ഇപ്പം തൊഴിലില്ലായ്മ വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. തൊഴിലൊക്കെ ഇപ്പൊ ഏയുടെ കാലഘട്ടമാണ് അല്ലെ, പലരുടെയും ജോലികൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ജോലി കിട്ടാത്ത അവസ്ഥയാണ്. ഇപ്പൊ ഞാൻ റീസെന്റ് ആയിട്ട് കണ്ട ഒരു വീഡിയോ, എന്റെ അച്ഛൻ കൂലിപ്പണിക്കാരനാണല്ലോ, അപ്പൊ ഈ തേപ്പ് പണിക്ക് ഇതൊക്കെ പോകുന്ന ആളാണല്ലോ. അപ്പൊ ഇപ്പൊ റീസെന്റ് ആയിട്ട് കണ്ട ഒരു കാര്യം, അതിനും മെഷീൻ ഇറങ്ങി. അതായത് മേസ്തിരി പണിക്ക് ബദലായിട്ടുള്ള ഒരു മെഷീൻ അതിനും ഇറങ്ങി എന്നാണ് കാണുന്നത്. അതിനിങ്ങനെ തന്നെ ഇത് തേച്ചോണ്ട് പോകുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ പുതിയ പുതിയ സംവിധാനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു പൈസ നമുക്ക് എടുക്കണം, ബാങ്കിൽ നിന്ന് എടുക്കണം എന്നുണ്ടെങ്കിൽ നേരിട്ട് ബാങ്കിൽ പോകണം അല്ലെ, അവിടെ പോയി ക്യൂ നിന്ന് നമ്മൾ എഴുതി കൊടുത്ത് വാങ്ങിക്കണം. പക്ഷെ ഇന്ന് അതിന്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് നമ്മുടെ ഫോണിൽ തന്നെ എന്ത് ചെയ്യാം, ബാങ്ക് ട്രാൻസാക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്താം എന്നുള്ളതാണ്. അപ്പൊ അവിടെ ആരുടെയൊക്കെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ഇനി വരും സമയങ്ങളിൽ ആരുടെയൊക്കെ ജോലി നഷ്ടപ്പെടും. അപ്പൊ ഇത്തരത്തിൽ വരും സാഹചര്യങ്ങളിൽ ഒരുപാട് തൊഴിലില്ലായ്മകൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് കാലഘട്ടത്തിനനുസരിച്ച് ഇപ്പൊ ഈ ഒരു ഫിജി കാർഡ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ആദ്യത്തെ സ്ലൈഡിൽ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കാലഘട്ടത്തിനനുസരിച്ചുള്ള ബിസിനസ് ആണ്. നമ്മൾ എല്ലാവരും ഡിജിറ്റലിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള ബിസിനസ് അല്ലെങ്കിൽ ഒരു തൊഴിലിന്റെ കൂടെ കയറി നിന്നാൽ മാത്രമേ ഇനി അങ്ങോട്ട് ഒരാൾക്ക് എന്ത് ചെയ്യുള്ളൂ, പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ എന്നാണ് പറയുന്നത്. കാരണം ഇവിടെ ബുദ്ധിമാന്മാരോ ശക്തിമാന്മാരോ അല്ല വിജയിക്കുന്നത്, ആരാണോ കാലഘട്ടത്തിനനുസരിച്ച് മാറാൻ തയ്യാറാവുന്നത്. ഇപ്പൊ പല പല കടകളൊക്കെ ഉണ്ടല്ലേ, കടകള് നേരത്തെ പൈസ കൊണ്ട് നേരിട്ട് കൊടുക്കുകയായിരുന്നു ചെയ്യാം. ഇപ്പൊ എല്ലാ കടയിലും ഗൂഗിൾ പേ ആയി, സ്കാനറായി. ഈ സ്കാനർ ഇല്ലാത്ത കടയിൽ ഇപ്പൊ ആരും കയറത്തില്ല, ഇല്ലേ? ശരിയല്ലേ? നമ്മളാരും പൈസ കൊണ്ട് നടക്കാറില്ല. അപ്പം അതിലും കച്ചവടം കുറയുന്ന ഒരു സാഹചര്യം. അപ്പൊ ഇത്തരത്തിലുള്ള പല മാറ്റങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, മാറുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഫിജി കാർഡ്. നമ്മൾക്ക് അച്ചീവ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പൊ 1 കോടി വാങ്ങിച്ചവർ നമ്മുടെ ഈ ഫിജി കാർഡ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിലുണ്ട്. അതുപോലെ തന്നെ 50 ലക്ഷം വാങ്ങിച്ചവരുണ്ട്. എന്നെ ഫിജി കാർഡ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്ന സബിത മേഡം എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി ഇന്ന് 50 ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ കേറിയ ഒരാളാണ്. അതുപോലെ തന്നെ 1 കോടി രൂപ. അപ്പൊ ഇതൊക്കെ ഇന്ന് അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു വാഹനമുണ്ട്. ആരും കൊതിക്കുന്ന മിനി കൂപ്പർ എന്ന് പറയുന്ന ഒരു വാഹനം വരെ അദ്ദേഹം സ്വന്തമാക്കി. ഏകദേശം 52 ലക്ഷം രൂപ വില വരും. ഇതൊക്കെ സാധിച്ചത് ഫിജി കാർഡിൽ നിന്നാണ്. അപ്പം ഞാൻ അത്രയും ഇതൊന്നും നിങ്ങളോട് പറഞ്ഞില്ല. ഏതൊരാൾക്കും വളരെ സാധാരണ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ചെറിയ രീതിയിലുള്ള ഇൻകം ഒക്കെ വാങ്ങിച്ചെടുത്ത് പിന്നെ അത് വലിയ രീതിയിലേക്ക് മാറ്റാൻ പറ്റുന്ന ഒരു പാസീവ് ഇൻകത്തിലേക്ക് മാറ്റാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഫിജി കാർഡ് എന്ന് പറയുന്നത്.
ആക്റ്റീവ് ഇൻകം എന്താണെന്ന് അറിയാ എന്നാൽ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം. നമ്മൾ ഉണ്ടെങ്കിലേ ആ വരുമാനം നമുക്ക് കിട്ടുള്ളൂ, അല്ലേ? ഇപ്പൊ നിങ്ങളിപ്പം ഒരു ഓട്ടോ ഓടിക്കുന്ന തൊഴിലാളിയാണെന്നുണ്ടെങ്കിൽ ഓട്ടോ ഓടിച്ച് നടന്നാൽ മാത്രമേ, നമ്മൾ പോയെങ്കിൽ മാത്രമേ പൈസ ഉള്ളൂ. ഇനി കട നടത്തുന്ന ഒരാളാണെങ്കിൽ അവിടെ പോയി ഇരുന്നാൽ മാത്രമേ, അത് വിറ്റാൽ മാത്രമേ പൈസ ഉള്ളൂ, അല്ലേ? നമ്മൾ ആക്റ്റീവായിട്ട് നിന്നാൽ മാത്രമേ പൈസ ഉള്ളൂ. അതേസമയം പാസീവ് ഇൻകം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഇല്ലെങ്കിലും നമ്മുടെ പക്കലേക്ക് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു ഇതാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മളൊരു വീട് പണിഞ്ഞിട്ടു, ഒരു 4 മുറി 5 മുറിയുള്ള വീട് പണിഞ്ഞിട്ടു, അല്ലെങ്കിൽ കുറച്ച് കടമുറി പണിഞ്ഞിട്ടു, അത് വാടകയ്ക്ക് കൊടുത്തു എന്ന് വിചാരിക്കാം. വാടക കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പ്രത്യേകിച്ച് എന്തില്ല, അതിന്റെ മാസമുള്ള വരുമാനം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇത് ഒരു തരത്തിലുള്ള പാസീവ് ഇൻകം ആണ്. ഫിജി കാർഡ് എന്ന് പറയുന്നത് നമ്മളൊരു വലിയ ടീമിനെ ഡെവലപ്പ് ചെയ്യാൻ, ഒരു ചെറിയ ടീമിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് അതിലൂടെ നമുക്കൊരു വലിയ ടീമിനെ ഡെവലപ്പ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ നമ്മുടെ പക്കലേക്ക് വരുമാനം ജനറേറ്റ് ആവുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ഫിജി കാർഡ് എന്ന് പറയുന്നത്. ഈ 30,000 രൂപ ഒരു ദിവസം കയറിയത് ഞാൻ പോലും അറിഞ്ഞില്ല. എൻ്റെ അടുത്ത് ആരോ വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഈ പറയുന്ന, കാരണം നമുക്ക് ഇത് ആവുന്ന സമയത്ത് നമ്മുടെ അപ്ലൈ ലീഡേഴ്സിനൊക്കെ അറിയാം ഇത്. ഞാൻ എവിടെയോ പുറത്ത് നിന്ന സമയത്താണ് ജിഷ്ണു നിനക്കിത് എന്താണ് 30,000 രൂപ അടിച്ചിട്ടുണ്ടല്ലോ എന്നുള്ളത് എനിക്ക് പറഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞത് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത്ഭുതപ്പെട്ടു പോകുന്നത്. ഈ ഒരു പ്രൊജക്ടിന്റെ മഹത്വം എത്രത്തോളമാണെന്ന് മനസ്സിലാവുന്നത് ആ ഒരു മൊമെന്റിലാണ്. എനിക്കൊരു പനി പിടിച്ച് കിടക്കുന്ന സമയത്ത് അന്നും എൻ്റെ അക്കൗണ്ടിൽ പൈസ ഉണ്ട്. കാരണം എന്തുകൊണ്ടാ? ഇതൊരു പാസീവ് ഇൻകം ആയതുകൊണ്ടാണ്. അതേസമയം നമ്മൾ ഒരു ദിവസം മറ്റെന്തെങ്കിലും ജോലിയാണെങ്കിൽ ഒരു ദിവസം നമ്മൾ ലീവ് എടുത്ത് ഒരു കല്യാണത്തിന് പോകാൻ പറ്റില്ല. ലീവ് എടുക്കണം എന്നുണ്ടെങ്കിൽ 100 പേരെ കാല് പിടിക്കണം. പക്ഷെ ഇവിടെ എനിക്ക് സ്വാതന്ത്ര്യമായിട്ടിരുന്ന് ബിസിനസ് ചെയ്യാൻ സാധിക്കുന്നു, ജോലി ചെയ്യാൻ സാധിക്കുന്നു. ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു ബിസിനസ് ചെയ്യുന്നത്. എന്റെ റൂം സ്പേസ് ഇരുന്നുകൊണ്ട് ഞാൻ ബിസിനസ് ചെയ്യുന്നു. എനിക്കിവിടെ ഒരു ലീവ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണ്ട. ഇപ്പൊ ബോബി ചെമ്മണൂർ എന്ന് പറയുന്ന ആ ഒരു മഹാവ്യക്തി, അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ ദൈവമായിട്ടുള്ള വ്യക്തി, അദ്ദേഹം ഈ ഒരു ഓപ്പർച്യൂണിറ്റി കൊണ്ടുവന്നില്ലായിരുന്നുണ്ടെങ്കിൽ അറിയില്ല എന്താകും എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുക, മനസ്സിലാക്കുക ഫിജി കാർഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണെന്നുള്ളത്. തീരുമാനം നിങ്ങളുടേതായിരിക്കണം. ഞാൻ പറയുന്നത് തീരുമാനം നിങ്ങളുടേതായിരിക്കണം. ഒരുപാട് പേര് അഭിപ്രായങ്ങൾ പറയാനുണ്ടാവും. പക്ഷെ ഞാൻ പറയുന്നത് ഫിജി കാർഡിൻ വരുമാനം വാങ്ങിച്ച ആൾക്കാർക്ക് മാത്രമേ അറിയൂ ഫിജി കാർഡിന്റെ വലിപ്പം എത്രത്തോളം ആണെന്നുള്ളത്. പുറത്തു നിന്നുള്ള ഒരാൾക്ക് അറിയാൻ പറ്റില്ല. ഞാൻ ഒരിക്കലും നിങ്ങൾ ആരോടും പോയി ചോദിക്കാതെ ചെയ്യണം അങ്ങനെയൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് ചോദിക്കാം, പക്ഷെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്ന ഒരാളുടെ അടുത്ത് നിങ്ങൾ പോയി ചോദിക്കുക. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരിക്കലും നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് പനിയോ അസുഖമോ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ കൊണ്ടുപോകുന്നത് പ്ലംബറിന്റെ അടുത്തേക്കല്ല, അല്ലേ? ഒരു മേശിരി അല്ലെങ്കിൽ ഒരു ഓട്ടോത്തൊഴിലാളിയുടെ അടുത്തേക്കല്ല, അല്ലെങ്കിൽ മറ്റു ജോലി ചെയ്യുന്ന ഒരാളുടെ അടുത്തേക്കല്ല. നമുക്ക് അറിവുണ്ട് എന്ത്, പനി വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ കൊണ്ട് കാണിച്ചാലേ ഇത് സോൾവ് ആകുള്ളൂ എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഡോക്ടറിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുള്ളൂ. അതുപോലെ തന്നെ ഫിജി കാർഡ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിനെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ ഫിജി കാർഡ് ചെയ്ത് വരുമാനം വാങ്ങിക്കുന്ന ഒരാൾക്കല്ലേ ഇത് അറിയുള്ളൂ. അപ്പൊ അവരോട് ഇപ്പൊ നിങ്ങൾ അവരായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അവരോട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. തീരുമാനം നിങ്ങളുടെ മനസ്സിൽ നിന്നും, നിങ്ങൾ കേട്ടതിൽ നിന്നും നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് ഇപ്പൊ തോന്നുന്നത് എന്നുള്ളത്, അത് വെച്ചിട്ട് നിങ്ങൾ തീരുമാനം എടുക്കുക, സ്റ്റാർട്ട് ചെയ്യുക. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, എടാ എന്തിനാണ് വെറുതെ ഇങ്ങനെ സമയം ചെലവാക്കുന്നത് എന്നൊക്കെ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ അതൊക്കെ കേട്ടിട്ട് ഞാൻ അവരുടെ കൂടെ പോയിരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ വാക്ക് കേട്ടിട്ട് ഞാൻ ഇതൊന്നും ചെയ്യാതിരുന്നുണ്ടെങ്കിൽ ഒരിക്കലും ജിഷ്ണു എന്ന് പറയുന്ന വ്യക്തിയുടെ ലൈഫിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് എല്ലാവരും തീർച്ചയായിട്ടും ഏറ്റെടുക്കുക, വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുക. നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സാധിക്കും. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഫിജി കാർഡ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ എന്ത് ചെയ്യാണ്, സ്വാഗതം ചെയ്യുകയാണ്. ഇറ്റ്സ് മീ ജിഷ്ണു, സോണൽ സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർ ഓഫ് ഫിജി കാർഡ്. താങ്ക് യു.